ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഒന്ന് കേട്ടു നോക്കിയാലോ. അപ്പോ നമ്മുടെ ഭൂമിയും നമ്മുടെ അച്യുതനും കൂടെ ഹോസ്പിറ്റലിൽ പോയി കുറെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വരാണ്. ഏകദേശം 10-11 മണിയോളം ആവാൻ പോവാണ്. അപ്പൊ ഭൂമി പല കാര്യങ്ങളും ഓർത്ത് മാനസികമായിട്ട് ഭയങ്കര തളർന്ന് നിൽക്കുകയാണ്. പക്ഷെ എന്താന്നറിയില്ല, പതിവില്ലാണ്ട് അവരുടെ ആ അംബാസിഡർ വണ്ടി ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ ആ വണ്ടി നിന്നിട്ടില്ല. അപ്പൊ വീട്ടിൽ വന്നെത്തുന്ന നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, മോളെ ഈ വണ്ടി നിന്നില്ല, നീ പറഞ്ഞു കളിയാക്കാറുണ്ടല്ലോ, ഇനി ഈ വണ്ടി നിൽക്കുകയുമില്ല, എൻ്റെ ജീവൻ പോലെയാണ്, ഇത് നിൽക്കില്ല, എൻ്റെ ജീവനും നിൽക്കില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭൂമി പെട്ടെന്ന് മനസ്സിൽ പല ദുഷ്ട എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതായിട്ട്, കാരണം വേറൊന്നുമല്ല, ഭൂമിക്ക് ഈ ലോകത്ത് തൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്. അവരില്ലാത്തൊരു ജീവിതം തനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അച്ഛന് വന്ന ഈ മാരകമായ രോഗം എങ്ങനെയെങ്കിലും ചികിത്സിക്കണം, എൻ്റെ അച്ഛന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് പടിയേറ്റി കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ചിന്തകളായിട്ടാണ് ഭൂമി ഇരുന്നത് കേട്ടോ. അങ്ങനെ വീടെത്തുകയാണ് അവര്. അപ്പൊ ഇതേ സമയം നമ്മുടെ അജയ് പല കാര്യങ്ങളും ഓർക്കണം. അതായത് താനും തൻ്റെ നയന എന്ന പേരുള്ള തൻ്റെ കാമുകിയായിട്ട് ആദ്യമായിട്ട് നയനയുടെ അടുത്ത് തൻ്റെ ഇഷ്ടം, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അങ്ങനെ ആദ്യമായിട്ട് ഒരു ദിവസം നയനയുടെ അടുത്ത് തൻ്റെ ഇഷ്ടങ്ങള് ഒന്ന് തുറന്നു പറയുന്ന ആ ഒരു ദിവസത്തെ കുറിച്ചൊക്കെയാണ് സീന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ അജയ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. താൻ ആദ്യമായിട്ട് ഇഷ്ടം തുറന്നു പറഞ്ഞതും തിരിച്ച് നയന തന്നോട് അവളുടെ മനസ്സിൽ ഇത്രയും നാളും എന്തുകൊണ്ട് അജയ് പറഞ്ഞില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ തിരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം അജയുടെ മനസ്സിൽ എത്ര നാൾ കഴിഞ്ഞാലും തൻ്റെ പ്രണയം ബ്രേക്കപ്പ് ആയിരുന്നാലും ആ ഒരു പ്രണയം തൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് മറ്റൊരു വിവാഹം, മുത്തശ്ശി ഇപ്പോൾ സ്വന്തം മുറപ്പെണ്ണിനെയാണ് വിവാഹം കഴിക്കാനായിട്ട് അജയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അജയുടെ ഉള്ളില് അങ്ങനെ ഒരു തോന്നല് നമ്മളെ അഞ്ജനയുടെ അടുത്ത് അജയ്ക്കില്ല. അപ്പോൾ അജയ് ആ പഴയ തൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയോർത്തിരിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഭൂമിയും നമ്മുടെ അച്യുതനും തിരിച്ച് എത്തിക്കേറുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഭൂമിയുടെ അമ്മയും നമ്മുടെ അമ്മയും അമ്മ ഇങ്ങനെ ലക്ഷ്മി ചേച്ചിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 11 മണിയായി, ഇതെവിടെയായിരുന്നു അച്ഛനും മോളും കൂടെ? അപ്പൊ ഭൂമി പറഞ്ഞു, ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിക്കായിരുന്നു എന്ന് പറഞ്ഞു. സിനിമയ്ക്കോ? ഏത് സിനിമയ്ക്കാടി പോയതെന്ന് നമ്മുടെ ഭൂമിയുടെ അമ്മ ചോദിക്കാനുണ്ട്. അപ്പൊ അച്യുതൻ പുറകെ നിന്ന് ചുമ്മാ പറയണേന്നൊക്കെ പറഞ്ഞു ഉണ്ട്. നമ്മുടെ ഭൂമി ഒരു ജോഡി ഡ്രസ്സ് 2-3 കിറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ തിരിച്ചു വന്നപ്പോ, അതിലൊരു ജോഡി ഡ്രസ്സ് അച്യുതന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, അച്ഛൻ ഈ ഡ്രസ്സ് പോയിട്ടിട്ട് വരാൻ പറയും. അല്ല മോളെ, എന്തിനാടി ഇപ്പൊ ഇനി ഡ്രസ്സ് ഈ രാത്രിയില്? വേണോന്നേ, അച്ഛൻ പോയി ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞ് ഭൂമി നിർബന്ധിച്ച് വിടേണ്. അങ്ങനെ ഭൂമി പറഞ്ഞനുസരിച്ച് നമ്മുടെ അച്യുതൻ പോയി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അച്യുതൻ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് നമ്മുടെ ഭൂമി ഡ്രസ്സ് മാറി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ എല്ലാം റെഡി അല്ലേ? അപ്പോ ഭൂമിയുടെ അമ്മ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, എന്താ പോലെ. അപ്പൊ എന്നിട്ട് ലക്ഷ്മിയും ഭൂമിയുടെ അമ്മയൊക്കെ ചിരിക്കാട്ടോ. അങ്ങനെ ഭൂമിയും ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴേക്കും നമ്മുടെ അച്യുതൻ വന്നു. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ വന്നിട്ട്, നല്ലൊരു മുണ്ടും നല്ലൊരു ഷർട്ടൊക്കെ ഇട്ട്. കാരണം ഇന്ന് അച്യുതന്റെ പിറന്നാളാണ്. പക്ഷെ അച്യുതന് അത് അറിയില്ല, ഭൂമി എല്ലാം സർപ്രൈസ് ആയിട്ട് വെച്ചേക്കായിരുന്നു. അങ്ങനെ ഭൂമി വന്നിട്ട് അച്ഛന്റെ കണ്ണൊക്കെ പൊത്തി പിടിച്ചിട്ട് അപ്പുറത്തെ ഹോളിലോട്ട് കൊണ്ടുപോയിന്. അവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റും കേക്കൊക്കെ മേടിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ഭൂമിയുടെ അമ്മ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ലക്ഷ്മി ഒന്നും ഒറ്റയ്ക്കൊന്നും അല്ല, അവരുടെ കടയിലെ ഉമ്മയും അതുപോലെ മാത്യൂസ് ചേട്ടനും എല്ലാരും കൂടെ ചേർന്നിട്ട് അവര് 3-4-5 പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭൂമി അച്യുതനെ കൂട്ടി നേരെ അവിടെ പോയി കണ്ണൊക്കെ തുറക്കുകയാണ് കേട്ടോ. കണ്ണ് പൊത്തി പിടിച്ചിട്ടാ കൊണ്ടുപോയത്. ഇത് കണ്ടപ്പോ അച്യുതന് ഭയങ്കര സങ്കടമായിട്ടോ, എന്നുവെച്ചാൽ സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടം.
അപ്പൊ ഇതെന്താടി മോളെ? അപ്പോഴേക്കും അച്യുതനും മനസ്സിലായി ഇന്ന് ഇവിടെ എന്തോ വിശേഷം ഉണ്ടാകാ, പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചെന്നുള്ളത് അച്യുതൻ ആദ്യം തന്നെ ഒന്ന് കത്തിയായിരുന്നു. അങ്ങനെ അച്യുതൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. അങ്ങനെ ഈ കേക്കിന്റെ ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞ് ഭൂമി അടുത്തോട്ട് ചെല്ലുമ്പോ കേക്കൊക്കെ എടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഇവരെല്ലാരും വരെയാണ്, ഉമ്മയും മാത്യൂസ് ചേട്ടനും അവരെല്ലാരും വന്നിങ്ങനെ പുറകെ നിൽക്കും. അപ്പൊ എല്ലാരെയും കൂടെ കണ്ടപ്പോ അച്യുതന് ഭയങ്കര സന്തോഷമായി. തന്റെ ബർത്ത്ഡേക്ക് എല്ലാരും വന്നു, മോൾ അത്രയും ഒരു ഇത് അറേഞ്ച് ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷം. അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്യണ്. കേക്ക് കട്ട് ചെയ്ത് അച്യുതൻ ആദ്യം ഭൂമിയുടെ അമ്മയ്ക്ക് കൊടുക്കണം, അത് കഴിഞ്ഞ് ഭൂമിക്ക് കൊടുക്കണം, തിരിച്ച് അവരും വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാരും കൂടെ പോയിട്ട് അച്യുതന് ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരുത്തരെ. അങ്ങനെ ഓരോരുത്തരും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഭൂമി ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ മാത്യൂസ് ചേട്ടാ ഡോളർ ഒത്തിരി കിട്ടുന്നുണ്ടല്ലേ മക്കളായി ചേർന്നേന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഉമ്മാരുടെ അടുത്ത് ഉമ്മയ്ക്ക് ജീവാംശം കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും പെൻഷൻ കിട്ടുന്നതിന്റെ പണം എടുത്ത് അതൊക്കെ ചെലവാക്കി തീർക്കാണ്ട് അതൊക്കെ സൂക്ഷിച്ച് പിടിച്ചൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞു ഭൂമി. അപ്പൊ എല്ലാരും കൂടെ പറയും, ഞങ്ങൾ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് നിന്റെ അതായത് അച്യുതന് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല മോളെ, ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തരണ. അപ്പൊ ഭൂമി പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ, ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നോ, നിങ്ങളുടെയൊക്കെ ഒരു നിങ്ങൾ ഇങ്ങനെ വന്ന് നിന്നല്ല, ആ ഒരു സാമീപ്യം ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് വലുതെന്നുള്ള രീതിയിൽ ഭൂമി അവരോടത്തൊക്കെ ആ ഒരു നന്ദി പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പൊ കേക്കൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ ഭൂമിയുടെ അമ്മ നോക്കുമ്പോ അച്യുതന്റെ മൂക്കിൽ കൂടെ ഒരു മൂക്കിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് ഒഴുകി പറഞ്ഞു. പെട്ടെന്ന് പേടിച്ചു പോകാൻ കേട്ടോ ഭൂമിയുടെ അമ്മ. അപ്പോഴേക്കും ഭൂമി നോക്കുമ്പോഴത്തേക്ക്, മോളെ ദേ അച്യുത ബ്ലഡ്, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, ഇതെന്താ ഇങ്ങനെ, ദേ മോളെ മോളെ ദേ മൂക്കിന്ന് ബ്ലഡ് വരുന്നു. ആകെ പേടിച്ചിട്ടാണ് അംബിക അത് പറയണത് കേട്ടോ. എന്താ പെട്ടെന്ന് എന്താ അങ്ങനെ, കാരണം അംബിക ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, അത് കുഴപ്പമില്ല അമ്മേ, ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല, ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നതാ, അപ്പൊ അത് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ മാത്യൂസ് ചേട്ടൻ അവരൊക്കെ പറഞ്ഞു, അല്ല മോളെ അങ്ങനെ നീ തള്ളി കളയരുത്, ഇതിനെ ഇച്ചിരി കൂടെ നമ്മളത് ഒന്നും കൂടെ ഡോക്ടറെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ അതിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കണം, എന്താ കുഴപ്പമെന്നുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെയിട്ടാണ് നമ്മുടെ ഭൂമിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ അവര് നേരെ ഭൂമിയും അംബികയും കൂടെ അച്യുതനെ പിടിച്ചു കൊണ്ട് കട്ടിലിൽ കിടത്തേണ്ട, ഇനി കുറച്ചു നേരം കിടക്ക, കാരണം ഇത്രയും നേരമായില്ല. അപ്പൊ നമ്മുടെ അച്യുതൻ പറഞ്ഞു, അതെ എന്റെ കയ്യിലൊന്നും പിടിക്കണ്ട, ഞാൻ പോയി കിടന്നോളാം, ഞാൻ എന്താ വല്ല രോഗിയാണോ എന്നൊക്കെ പറയട്ടോ. അത് മാത്രമല്ല ഭൂമിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. അച്യുതന് തനിക്ക് രോഗമൊന്നും ഇല്ല എന്നറിയാം, എന്നാൽ അച്യുതന്റെ ചില വാക്കുകൾ ഭൂമിയെ വല്ലാണ്ട് തളർത്തും. കാരണം വീട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് കാറിന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്റെ ജീവൻ പോലെയാണ്, അതിന്റെ ജീവനും പോവില്ല എന്റെ ജീവനും പോവില്ല എന്ന് അച്യുതൻ ഭൂമിയോട് പറഞ്ഞായിരുന്നു ആ ഇറങ്ങിയ സമയത്ത്. അപ്പൊ ഇനി കാറിന് എന്തെങ്കിലും കുഴപ്പം പറഞ്ഞ വല്ല ക്യാൻസർ പിടിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു കൊള്ളുന്ന കണക്കുള്ള ഒരു ഇത് നമ്മുടെ അച്യുതൻ സംസാരിക്കുന്നുണ്ട്. ഭൂമിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു നെടുവീർപ്പാണ്, നെഞ്ചിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ആരും കാണാണ്ട് പോയി നമ്മുടെ ഭൂമി അച്ഛനെ കിടത്തിയ ശേഷം പോയി പൊട്ടിക്കരഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കരച്ചിലൊക്കെ നിർത്തുകയാണ്. അമ്മയെ കണ്ടാലോ മറ്റുള്ളവരെ കണ്ടാലോ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഭൂമി ആരും കാണാണ്ട് ആ സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് അമ്പലത്തിൽ പോവുകയാണ് ഭൂമി. അപ്പൊ അതേ ദിവസം തന്നെ നമ്മുടെ സത്യദാസും അമ്പലത്തിൽ വരുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി തൊഴുത് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഭൂമി ഓടി ചെല്ലും കേട്ടോ. അപ്പൊ പറയും, സാറേ എന്റെ ഇവിടെ അമ്പലത്തില് സ്ഥിരം വരാറുണ്ടോ, ഭക്തനാണോ എന്നൊക്കെ ചോദിക്കാം. ആഹാ ഭൂമി ഭയങ്കര ഭക്തിയുള്ള ആളാണല്ലോ, എന്റെ അപ്പൊ പിന്നെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒന്ന് കണ്ടു വെച്ചേക്കാം, അതുകൊണ്ട് സാറ് ഇവിടെ എപ്പോഴും വരാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭൂമി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് വന്നാണെന്ന് പറയാം. അപ്പൊ പറയും, അതെ ഞാനും ഒരു മകളാണ്, എന്നെ മകളായിട്ട് കൂട്ടിക്കോ എന്ന് പറയും കേട്ടോ. അപ്പം സത്യം പറയും, അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ താമസിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതിങ്ങനെ ഇമ്മിണി പൊളിക്കും കേട്ടോ സാറേ, അതെന്താ. അപ്പൊ അതെ ഈ ലോകത്ത് ഭൂമിയും ആകാശവും എന്ത് തരാന്ന് പറഞ്ഞിരുന്നാലും ശരി, എൻ്റെ അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്തും വരില്ല, എൻ്റെ അച്ഛൻ എനിക്ക് അത്രയ്ക്ക് ജീവന. അപ്പോ സത്യ ചോദിക്കും, അച്ഛന്റെ പേരെന്താ? അപ്പൊ പറയും അച്യുതൻ എന്നാണ്. അച്യുതൻ ശരിക്കും ഒരു ഭാഗ്യവാൻ തന്നെ. അച്യുതനായിരിക്കല്ലേ ഈ ഭൂമിനെ ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭൂമി പറയും, അച്യുതണ്ട് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സത്യ പറയുന്നുണ്ട്, അതെ ഞാനൊരു കോഫി കുടിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭൂമി പറഞ്ഞു, ഓ ഓൾവേസ് വെൽക്കം,
എപ്പോൾ വേണമെങ്കിലും വന്നേക്കാൻ പറയാം. അങ്ങനെ അവര് പറഞ്ഞിട്ട് അച്യുതൻ അല്ല സത്യ പിന്നെ കാറിലോട്ട് കയറേണ്ട. കാറിൽ കയറിയിരിക്കുമ്പോഴും സത്യയുടെ മോള് ഓടി കുഞ്ഞായിരുന്നപ്പോ ഓടി വരുന്നതും തോളത്ത് കയറുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക. ആ സമയം പെട്ടെന്ന് അച്യുതന്റെ മൈൻഡ് മാറിയാണ്. അച്യുതൻ മൈൻഡ് മാറിയിട്ട് ഓടി ഇറങ്ങി വന്നിട്ട് മോളേന്ന് പറഞ്ഞു തരാം. അപ്പൊ ഭൂമി അങ്ങനെ തന്നെ നോക്കി നിൽക്കുക, ടാറ്റ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴേക്കും അച്യുതൻ ഓടി വന്നിട്ട് മോളേന്ന് പറയട്ടോ. എന്തുറ്റി സാറേന്ന് ചോദിക്കും. ഒന്നുമില്ല, പെട്ടെന്ന് മോളെ ഒന്ന് ഓർത്തു, അതാന്ന് പറഞ്ഞ്. ആണോ? എന്നിട്ട് പറയും എനിക്കൊന്ന് തിലകം ചാർത്തി ചന്ദനം ഒന്ന് ഇട്ട് തരാവോ എന്ന് ചോദിക്കും കേട്ടോ സത്യ. അപ്പൊ ഭൂമി പറയും അതിനെന്താ. എന്നിട്ട് ഭൂമി നെറ്റിയിലും കഴുത്തിലും ആ ചന്ദനമൊക്കെ ചാർത്തി കൊടുക്കും കേട്ടോ. അത് സത്യക്ക് ഭയങ്കര ഒരു ഇതാണ്. തന്റെ മോളുടെ ഒരു ഫീലിങ്സ് ആണ്. എന്റെ മോളുടെ അതേ ആറ്റിറ്റ്യൂഡും അതേ ഒരു ഭംഗിയൊക്കെ നിനക്ക് കിട്ടിയിരിക്കണേന്ന് സത്യ പറയും. അങ്ങനെ അത് കഴിഞ്ഞ് സത്യ പോവാണ് കേട്ടോ. സത്യയുടെ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ, താൻ എല്ലാ കേസുകളും തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയുടെയും മകളുടെയും തിരോധാനം മാത്രം തനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതിനെന്തെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ അതിന് അവരെ തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ എന്നാണ് സത്യയുടെ പ്രാർത്ഥന. എന്നാൽ നമ്മുടെ ഭൂമിക്ക് തൻ്റെ അച്ഛന് യാതൊരു കുഴപ്പവും വരരുത്, തൻ്റെ അച്ഛൻ ആയുസ്സും ആരോഗ്യത്തോടും കൂടെ എന്നും നിലനിൽക്കണം, എൻ്റെ അച്ഛനെ ചികിത്സിക്കാനുള്ള പണവും കാര്യങ്ങളൊക്കെ എനിക്ക് റെഡി ആവണം എന്നൊക്കെയുള്ള പ്രാർത്ഥനയായിരുന്നു ഭൂമിക്കും. അപ്പൊ ഏകദേശം ഇന്നത്തെ ഇവർ വിവാഹിതരായാൽ വരുന്ന സീനും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ നാളെ നമ്മുടെ അജയും നമ്മുടെ ഭൂമിയും തമ്മിൽ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടയുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.